രാജ്യത്തെ തിരിച്ചുപിടിക്കുവാനുള്ളൊരു തെരഞ്ഞെടുപ്പാണിത്. ഈ രാജ്യത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും എല്ലാ തത്വസംഹിതകളെയും തകർത്തുകളഞ്ഞ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യത്തെ ഭരിച്ച് നശിപ്പിച്ചു കളഞ്ഞ ബിജെപിയുടെയും RSSന്റെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ, ആ സർക്കാർ ഈ 10 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തിനുണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് അതിനെതിരെ കൃത്യമായി പ്രതികരിക്കുവാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ ഇതാ വന്നിരിക്കുകയാണ്. ഈ 26-ാം തീയതി നമ്മൾ വിവേകപൂർവ്വം ചിന്തിച്ചില്ല എങ്കിൽ ഇനി ഒരുപാട് കാലം നമ്മുടെ രാജ്യം വീണ്ടും ദയനീയമായി തകർന്നു പോകുന്നത് കണ്ടു നിൽക്കേണ്ട ഹതഭാഗ്യരായിട്ട് ഈ രാജ്യത്തെ ഓരോ ജനങ്ങളും മാറാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ രാജ്യത്തിന്റെ മഹത്തായ ഒരുപാട് മൂല്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ രാജ്യത്തിനുണ്ട്. ഈ രാജ്യത്തിന് ഒരു മഹത്തായ ഭരണഘടനയുണ്ട്. നമ്മുടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച് നമ്മുടെ ധീരദേശാഭിമാനികളായ ദേശീയ നേതാക്കന്മാർ ദീർഘകാലം 2.5 വർഷക്കാലം കൂലങ്കഷമായി ആലോചിച്ചെടുത്ത് തീരുമാനിച്ച് നിർമ്മിച്ചെടുത്ത് ഈ രാജ്യത്തിന്റെ മഹത്തായ ഒരു ഭരണഘടനയുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും മഹത്തായ മനോഹരമായ വൈവിധ്യമേറിയ നല്ല എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഭരണഘടന ഈ രാജ്യത്തുണ്ട്. എന്നാൽ ഇന്ത്യയുടെ സത്ത എന്ന് പറയുന്ന ആ ഭരണഘടനയുടെ സ്ഥിതി എന്താണെന്നറിയുമ്പോൾ ഇപ്പോൾ ആ മഹത്തായ ഭരണഘടനയെ പരമാവധി ദുർബലപ്പെടുത്തുകയും ഇനി ആ ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ ബാക്കിയില്ല. ആ ഭരണഘടനയെ പരമാവധി ദുർബലപ്പെടുത്തുകയും ഇനി ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ആ ഇന്ത്യയുടെ ഭരണഘടനയെ ഞങ്ങൾ പൊളിച്ചെഴുതും, ആ ഭരണഘടനയെ ഞങ്ങൾ മാറ്റിയെഴുതും എന്ന് പറയുന്നിടത്താണ് ഈ രാജ്യം ഇന്ന് നിലനിൽക്കുന്നത് എന്നതാണ് ഈ വസ്തുത. നമ്മുടെ ഇവരുടെ ഭരണം മാത്രമല്ല ഈ രാജ്യം കണ്ടിട്ടുള്ളത്. ഒരുപാട് മുതിർന്ന ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. നിങ്ങൾ ജീവിച്ച കാലമത്രയും ഈ രാജ്യം ഭരിച്ചവരെ കുറിച്ചും നിങ്ങൾക്കറിയാം. 10-20 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെക്കുറിച്ച് നമുക്കറിയാം. അന്നൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് പോലെ, ഇന്ന് നമ്മൾ ഭയപ്പെടുന്നത് പോലെ, ഇന്ന് നമ്മൾ ആശങ്കപ്പെടുന്നത് പോലെ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായിട്ടുണ്ടോ? ഈ രാജ്യത്തെ ആളുകൾ അവരുടെ ദൈനംദിന കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു പോകാൻ അവർക്ക് ആരും ഭയപ്പെടേണ്ടിയിരുന്നില്ല. അവർക്ക് എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് കാര്യം ചിന്തിക്കണം, ഏത് മതത്തെ വിശ്വസിക്കണം, ഏത് മതത്തിൽ ചേരണം, എന്ത് ആചാരങ്ങൾ നിർവഹിക്കണമെന്നൊന്നും ചെയ്യാൻ ഒരാളുടെയും സമ്മതമോ ഒരാളുടെയും തെറ്റൂരം ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ അവസ്ഥകളൊക്കെ മാറി. കഴിഞ്ഞ 10 വർഷമായി 2014 മുതൽ ഇന്ത്യയുടെ സ്ഥിതിയാകെ മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ എല്ലാ മൂല്യങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ജനാധിപത്യം തകർന്നുപോയി, ഇവിടുത്തെ മതേതരത്വം തകർന്നുപോയി, ഇവിടുത്തെ ഫെഡറലിസം തകർന്നുപോയി. നമ്മൾ ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു ശക്തമായ പോരാട്ടത്തിനിറങ്ങുകയാണ്. നമ്മൾ ഈ രാജ്യത്തെ അഭിമാനമായി കണ്ടിരുന്ന ഈ രാജ്യത്തിന്റെ ദേശീയ പതാക, ആ മൂവർണ്ണ പതാക പോലും നമുക്കിവിടെ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായ അവസരം ഉപയോഗപ്പെടുത്തുവാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ വരാനിരിക്കുന്നത്. ദീർഘമായി സംസാരിക്കുകയില്ല. 2014 മുതൽ അവർ അധികാരത്തിൽ വന്നതിനു ശേഷം ഈ BJP ഗവൺമെന്റ്, RSSന്റെയും BJPയുടെയും അമിത്ഷയുടെയും മോഡിയുടെയും നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തെ ഒരു സവർണ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഭൂരിഭാഗം അവരുടെ ശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്ത സാഹചര്യമാണുള്ളത്. ഓരോരോ അജണ്ടകളായി അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ആരാധനാലയങ്ങൾ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മഹത്തായ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഇഷ്ടംപോലെ ഭാഷകൾ സംസാരിക്കുന്ന ഒരുപാട് മതവിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് മനോഹരമായി ജീവിക്കുന്ന വൈവിധ്യങ്ങളുടെ പൂങ്കാവനമായ ഇന്ത്യ രാജ്യത്തെ തകർക്കുവാൻ വേണ്ടി ആ രാജ്യത്തെ ആളുകളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുവാൻ തീവ്രമായി ശ്രമിച്ച് അവർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും മറ്റു പലയിടങ്ങളിലും നമ്മുടെ സ്ഥിതി നമുക്കറിയാവുന്നതാണ്. ഈ രാജ്യത്തെ മതങ്ങളുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ആരാധനാലയ സംരക്ഷണ നിയമം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. 1991 ഈ രാജ്യത്തിലെ മുസ്ലിം ലീഗ് പാർട്ടി അഹോരാത്രമായ പരിശ്രമങ്ങളിലൂടെ നേടിയെടുത്ത ആരാധനാലയ സംരക്ഷണ നിയമം നിലനിൽക്കെ ഇപ്പോൾ പുതുതായി എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ രാജ്യത്തെ മുസ്ലിം മതവിശ്വാസികളുടെ, ക്രൈസ്തവരുടെ, അതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എല്ലാവരുടെയും ആരാധനാലയങ്ങളുടെ മേൽ കൈവെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ ആ ഒരു ആരാധനാലയ സംരക്ഷണ നിയമം നിലനിൽക്കുന്നുണ്ട്. ആ നിയമത്തിൽ പറയുന്നത്
1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ഡേറ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചൊരു തീയതിയുണ്ട്. ആ തീയതിക്ക് ശേഷം ആ തീയതിയിലെ അന്ന് ആരുടെയൊക്കെ കയ്യിലാണ് ആരാധനാലയങ്ങളുള്ളത്? അതുവരെ ഉണ്ടായിരുന്ന മുസ്ലിം ആരാധനാലയങ്ങൾ അത് മുസ്ലിങ്ങളുടെ നിലനിൽക്കട്ടെ. ഇവിടുത്തെ ക്രൈസ്തവരുടെ ചർച്ചുകൾ, അമ്പലങ്ങൾ അതൊക്കെ അതാത് മത ആളുകൾക്ക് കൃത്യമായി വകവെച്ചു കൊടുക്കുന്ന നിയമമാണുള്ളത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി നമുക്കറിയാമല്ലോ. ഈ രാജ്യത്തെ ഇസ്ലാം മതവിശ്വാസികൾ 7 പതിറ്റാണ്ട് കാലം ഇവിടെ ആരാധനാക്രമം നിർവഹിച്ചിരുന്ന ബാബരി മസ്ജിദിന്റെ തകർച്ച നമുക്കറിയാം. ആ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു രാമക്ഷേത്രം പണിതതും നമുക്കറിയാം. എന്നാൽ ഈ രാജ്യത്തെ ഒരു വിചിത്രമായ കാഴ്ച നമ്മൾ ഈ അടുത്ത് കാണുകയാണ്. ഈ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിയുന്നു. അവർ പറയുന്നത് പോലെ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾക്ക് വലിയൊരു ആരാധനാ കേന്ദ്രം ഞങ്ങൾ ഇതാ ഒരുക്കി കൊടുത്തു എന്നാണ് പറയുന്നതെങ്കിൽ അത് തീർച്ചയായും ഒരു മതപരമായ കാര്യമായിട്ടാണ് BJP എടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിന്റെ ആ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നമ്മൾ കണ്ടതാണ്. ആരാണ് ആ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയത്? ഈ രാജ്യത്തെ ഹൈന്ദവ വിശ്വാസികളുടെ ഏതെങ്കിലും സന്യാസിയോ പൂജാരിയോ ആയിരുന്നോ? അല്ലായിരുന്നു. ആ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. എന്നാൽ മറ്റൊരു വിചിത്രമായ കാഴ്ച നമ്മൾ കണ്ടു. ഒരു പുതിയ പാർലമെന്റ് മന്ദിരം പണിതു. ആ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതാകട്ടെ ഈ രാജ്യത്തെ ഒരു ഹൈന്ദവ പൂജാരിയും നിർവഹിക്കുന്നു. ഇങ്ങനെ വിചിത്രമായ ഒരു രീതിയിലേക്ക് ഈ രാജ്യത്തെ ഇവരിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡൽഹിയിലെ ഇവിടെ ഒരുപാട് ആ ബാബരി മസ്ജിദിന്റെ വംശനങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ആരാധനാലയങ്ങളുടെ മേൽ അവർ കൈവെക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ്. വാരാണസിയിലെ ഗ്യാൻവാപ്പി പള്ളിയെ കുറിച്ച് നമുക്കറിയാം. ആ പള്ളി കാലങ്ങളായി അവിടുത്തെ ഇസ്ലാം മതവിശ്വാസികൾ ആരാധനയ്ക്ക് വേണ്ടി നിർവഹിച്ച പള്ളിയാണ്. ആ ഗ്യാൻവാപ്പി പള്ളിയിൽ പൂജ നടത്തുവാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ജനുവരി 30-നാണ് ഡൽഹിയിലെ മെഹ്റാനിലെ ഒരു മസ്ജിദ് നൂറ്റാണ്ടുകളായി അവിടുത്തെ ഇസ്ലാം മതവിശ്വാസികൾ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പള്ളി ഒരൊറ്റ രാത്രി കൊണ്ട് ആ പള്ളിയും അതോടനുബന്ധിച്ച് നടത്തുന്ന ഒരു യത്തീംഖാനയും മദ്രസയും അടക്കുന്ന സ്ഥാപനങ്ങളടക്കം ഒറ്റ രാത്രി കൊണ്ടാണ് പൊളിച്ചു നീക്കി അതിനെ ഇല്ലാതാക്കിയത്. ഇങ്ങനെ നിരന്തരമായി മതങ്ങളുടെ മേൽ അവർ കൈകടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആരാധനാലയങ്ങളുടെ മേൽ കൈകടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു വശത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമേ ഇനി ഈ രാജ്യത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ മാർഗമുള്ളൂ എന്നവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇവിടെ അതിനു പുറമെയാണ് നമുക്കറിയാലോ ഈ രാജ്യത്തൊരു പുതിയ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. അത് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഹിന്ദു രാഷ്ട്രമാക്കി അവരെ മാറ്റുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി അവരെ കാണുന്നത് ഈ രാജ്യത്തൊരു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരിക. മനോഹരമായ രാജ്യത്ത് എങ്ങനെയാണ് ഒരു ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ കഴിയുക? ഈ രാജ്യത്ത് പല മതവിശ്വാസികളും അവരുടെ ആചാരപ്രകാരം ആണ് ജീവിച്ചു പോകുന്നത്. അവരുടെ വിവാഹങ്ങളും മരണവും വിവാഹാന്തര കാര്യങ്ങളും മരണാന്തര കാര്യങ്ങളും ഒക്കെ നടത്തിപ്പോകുന്നത് ആ മതത്തിന്റെ ആചാരങ്ങൾ പ്രകാരമാണ്. അങ്ങനെയാണ് നിർവഹിക്കേണ്ടതും. ഇത്രയും കാലം നമുക്കതുണ്ടായിരുന്നു. എന്നാൽ ഒരു ഏകീകൃത സിവിൽ കോഡ് ഈ രാജ്യത്ത് കൊണ്ടുവന്നാൽ ഇവിടുത്തെ മതവിശ്വാസികൾ അവരുടെ മതാചാരപ്രകാരം എങ്ങനെയാണ് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുക എന്നത് വലിയ പ്രയാസമാണ്. എന്നാൽ ആ ഏകീകൃത സിവിൽ കോഡ് 2 സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി കഴിഞ്ഞു. ഉത്തരാഖണ്ഡിലും അസമിലും നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിലാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് നമുക്കറിയാവുന്നതാണ്. ഈ ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും നമ്മുടെ 1-2 വർഷം മുമ്പ് ഇവിടെ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മളെ പിടികൂടുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും തെരുവിലിറങ്ങി ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്ത് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചവരാണ്. നമ്മളത് മറന്നുപോയിട്ടില്ല. എന്നാൽ ആ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ സംസ്ഥാനങ്ങളിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ കൃത്യമായി ഈ രാജ്യത്തെ വിഭജിക്കുവാൻ വേണ്ടി അവർ കൃത്യമായിട്ടുള്ള ആസൂത്രങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെയൊക്കെ പോകുമ്പോഴും ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്? ഇവിടെ BJPയുടെ മോഹവലയങ്ങളിൽപ്പെട്ട് അവരുടെ പ്രചാരങ്ങളിൽപ്പെട്ട് ഇവിടുത്തെ പാവപ്പെട്ട ഹൈന്ദവ വിശ്വാസികൾ അവർക്ക് വേണ്ടിയിട്ടാണോ ഈ നേതാക്കന്മാർ, ഈ BJPക്കാർ, ഈ അമിത്ഷായും മോഡിയും ഞങ്ങൾക്ക് വേണ്ടിയാണോ നിലകൊള്ളുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പാവപ്പെട്ട ഹൈന്ദവ വിശ്വാസികളുടെ ജീവിത നിലവാരത്തിന്റെ സ്ഥിതി എന്താണ്? ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകളുടെ സ്ഥിതി എന്താണ്? പട്ടിണിയാണ്. കൊടിയ ദാരിദ്ര്യത്തിലേക്ക് നമ്മുടെ രാജ്യം പോയിരിക്കുന്നു. എല്ലാ ആഗോള സൂചികയിലും നമ്മുടെ
രാജ്യ